തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് ജീവനക്കാരി ധന്യ 20 കോടി രൂപ തട്ടിയ സംഭവത്തിൽ കൊല്ലം നഗരത്തിൽ 1.5 കോടി രൂപ മുടക്കി ആഡംബര വീടും ആഡംബര കാറുകളും സ്വന്തമാക്കിയെന്നും പണം ഷെയർ മാർക്കറ്റിലും നിക്ഷേപിച്ചുമെന്നും കണ്ടെത്തൽ തിയോഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, വലിയൊരു തട്ടിപ്പാണ് ഈ ധന്യ നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെ? ആര്യ, വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് ഇവർ 5 വർഷത്തോളം സമയമെടുത്താണ് ഈ തട്ടിപ്പ് നടത്തിയത്. പലതവണയായി ഇവരുടെ ബന്ധുക്കളുടെ പേരിൽ ഉൾപ്പെടെ അക്കൗണ്ടുകൾ ഉണ്ടാക്കി, ലോൺ അക്കൗണ്ടുകൾ ഉണ്ടാക്കി, അതിലേക്ക് പണം കമ്പനി അറിയാതെ ഈ പണം കൈമാറുകയായിരുന്നു. ഒരു ലോൺ ഇഷ്യൂ ചെയ്താൽ, അതായത് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ സംവിധാനത്തിലൂടെയാണ് ഇവർ വകമാറ്റിയിരുന്നത്. ഒരു ലോൺ അക്കൗണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് തുല്യമായ രീതിയിലുള്ള പണം ഇവരുടെ വ്യാജ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയായിരുന്നു തട്ടിപ്പ്. ഇത്തരത്തിലൊരു തട്ടിപ്പ് കണ്ടെത്തിയത് ഏപ്രിൽ മാസത്തിൽ നടത്തിയ ഒരു തട്ടിപ്പാണ് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഇക്കഴിഞ്ഞ 23-ാം തീയതി കമ്പനി ഓഡിറ്റിംഗിൽ പരിശോധന ചെയ്ത് കണ്ടെത്തി. അന്ന് തട്ടിപ്പ് മനസ്സിലായതായി തിരിച്ചറിഞ്ഞതോടുകൂടി സ്ഥാപനത്തിലുണ്ടായിരുന്ന ധന്യ അവിടെ നിന്നും മറ്റൊരു സ്റ്റാഫിന്റെ സഹായത്തോടു കൂടി ഓഫീസിൽ നിന്നും അസുഖമാണ് എന്ന് പറഞ്ഞ് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയതാണ്. പിന്നീടാണ് വിശദമായ പരിശോധനയിൽ 19.94 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ആദ്യം വലപ്പാട് പോലീസിൽ കമ്പനി മാനേജ്മെന്റ് 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ആദ്യം കണ്ടെത്തിയതിനെ കുറിച്ച് പരാതി നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിൽ 20 കോടിക്ക് അടുത്ത് വരുന്ന തട്ടിപ്പ് കണ്ടെത്തി. അന്വേഷണത്തിനിടയിൽ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം തുടങ്ങുമ്പോഴേക്കും ഇവർ മുങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് മാധ്യമങ്ങളിൽ വാർത്തയായത്. ഇതിനെ തുടർന്നാണ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് പുറത്തിറക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലത്തുണ്ടായിരുന്ന ഇവർ കൊല്ലത്ത് കീഴടങ്ങുന്നത്. പ്രതിയെ ഇന്ന് പുലർച്ചെ തൃശ്ശൂരിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൊല്ലത്തും തൃശ്ശൂരിലും ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. 1.5 കോടിയോളം രൂപയുടെ ആഡംബര വീട് കൊല്ലത്ത് വാങ്ങി. അതോടൊപ്പം തന്നെ നിരവധി ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ആഡംബര വാഹനത്തിലാണ് ഇവർ തൃശ്ശൂരിൽ നിന്നും എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും നിരവധി ആഡംബര വാഹനങ്ങൾ, ഒന്നിലധികം വാഹനങ്ങൾ, ആഡംബര കാറുകൾ ഇവർ ഉപയോഗിച്ചിരുന്നു. കൊല്ലത്തും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങൾ. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈൻ റമ്മി കളിച്ച് പണം നഷ്ടപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പല വഴിക്കാണ് പണം പോയിട്ടുള്ളത്. ഇവർ ഇത്തരത്തിൽ ഏറെ നാളായി, അതായത് ഒരു 4 വർഷം മുൻപ് ഇവരുടെ ഭർത്താവ്, വിദേശത്തായിരുന്ന ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ട്. തട്ടിപ്പിന് ഭർത്താവും കൂട്ടുനിന്നതായാണ് പോലീസിന്റെ ഒരു നിഗമനം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് തന്നെ ഇത്രയും വർഷം തുടർച്ചയായി ഈ തട്ടിപ്പ് നടത്തിയിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ എന്നും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ഇതിനിടെ ഈ തൃശ്ശൂരിൽ ഇവർ താമസിച്ചിരുന്ന വലപ്പാടെന്ന ഓഫീസിലേക്ക് പോയി വരാനായി താമസിച്ചിരുന്ന വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവരുമെന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വീട്ടിൽ ഇലക്ട്രോണിക് സൗകര്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനം ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഇവർ ഇവിടെ താമസിച്ചിരുന്ന വീട്ടിൽ ഏർപ്പെടുത്തിയിരുന്നതായും പോലീസിന് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആര്യ, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.